നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. മഴ പെയ്യുകയാണെങ്കിൽ സൗദിയിൽ മഞ്ഞാണ്. സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ മഞ്ഞ് പെയ്യുന്നുവെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലാണ് മഞ്ഞുവീഴ്ചയുടെ കാഴ്ച ലഭ്യമാകുന്നത്. അന്തരീക്ഷത്തിലെ താപനില -ഡിഗ്രിയിലേക്ക് താഴ്ന്നതോടെ ഈ ഭാഗങ്ങളിലെ മലനിരകളും താഴ്വരകളും മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. തബൂക്ക് പട്ടണത്തിന് സമീപം ജബൽ അല്ലൗസിലും മറ്റ് ഭാഗങ്ങളിലും വ്യാഴാഴ്ച രാത്രിയാണ് മഞ്ഞുവീഴ്ച തുടങ്ങിയതെന്നാണ് ലഭ്യമാകുന്ന വിവരം. -3 ഇവിടുത്തെ താപനില. അല്ലൗസ് മലനിരകളും താഴ്വരകളും ഉൾപ്പെടെ പ്രദേശം മുഴുവൻ മഞ്ഞിൽ പുതഞ്ഞു മൂടി കിടക്കുകയാണ്. കുളിർ കോരുന്ന കാഴ്ചകൾ ആസ്വദിക്കാൻ നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് പ്രവഹിക്കുകയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്നാൽ അതേസമയം UAE-യിൽ പരക്കെ പെയ്ത മഴയിൽ താപനില താഴുകയുണ്ടായി. പലയിടങ്ങളിലും ശക്തമായ കാറ്റ് വീശി. റാസൽ ഖൈമ, ജബൽ ജയ്സ് മലനിരകളിൽ താപനില 7.7 ഡിഗ്രി സെൽഷ്യസ് ആയി. വ്യാഴാഴ്ച രാത്രിയോടെ തുടങ്ങിയ മഴ പുലർച്ചെ വരെ നീണ്ടുനിന്നു. ശക്തമായ മഴയായിരുന്നിട്ട് താഴ്ന്ന മേഖലകൾ വെള്ളത്തിലായി. പ്രധാന റോഡുകളിലടക്കം വെള്ളക്കെട്ടുണ്ടായി. കടൽ ഇപ്പോൾ പ്രക്ഷുബ്ധമാണ്. ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയുണ്ടായി. ഇടിമിന്നലിനും സാധ്യത കൽപ്പിക്കുന്നുണ്ട്. തീരമേഖലകളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിൽ വരെ കാറ്റ് വീശാവുന്നതാണ്. ഇതര ഗൾഫ് രാജ്യങ്ങളിലും മഴയുണ്ടായി. തിങ്കൾ വരെ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നാണ് അറിയിപ്പ്. ദൂരക്കാഴ്ച കുറയുമെന്നതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വാദികൾക്ക് സമീപത്തു നിന്ന് വിട്ടുനിൽക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ, ഉമ്മുൽ ഖുവൈൻ, അജ്മാൻ, റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ ഇന്നലെ പുലർച്ചെ സാമാന്യം നല്ല മഴ ലഭിക്കുകയുണ്ടായി. പലയിടങ്ങളിലും പകൽ മഴ തുടർന്നിരുന്നു. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത്. ദുബായ്, മുഹൈസിന, മീഡിയ സിറ്റി എന്നിവിടങ്ങളിലടക്കം വെള്ളക്കെട്ടും പതിവ് കാഴ്ചയായി. വടക്കൻ എമിറേറ്റുകളിലെ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറിയിരിക്കുകയാണ്. മോശം കാലാവസ്ഥയെ തുടർന്ന് ദുബായ് ക്രീക്കിൽ നടന്നുവരുന്ന ഷിന്തക ദിനങ്ങൾ സാംസ്കാരിക മേള ഇന്നലെ നിർത്തിവെക്കുകയുണ്ടായി. റാസൽ ഖൈമ, ജബൽ ജയ്സ് മലനിരകളിലേക്കുള്ള റോഡും അടച്ചിടുകയുണ്ടായി. പർവ്വത മേഖലകളിൽ കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിനിയോഗിച്ചു. പെട്രോളിംഗ് ഇതിനോടൊപ്പം തന്നെ ശക്തമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.